അങ്ങനെ 7 വർഷക്കാലമായിട്ട് ഞാനും ദിലീപേട്ടനെ സ്നേഹിക്കുന്ന കേരളത്തിലെ 1000 ജനങ്ങളും സത്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന 1000 ജനങ്ങളും കാത്തിരുന്ന ഒരു വിധി ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഗൂഢാലോചന കേസിൽ ഞങ്ങൾ അവൾക്കൊപ്പമാണ്. ഞങ്ങൾ ക്രിമിനലുകൾക്കൊപ്പമല്ല. ഞങ്ങൾ അവൾക്കൊപ്പമാണ്. ഞങ്ങള് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ്, അത് നിങ്ങൾ മാധ്യമങ്ങളൊന്നും തന്നെ അത് എല്ലാവരും അതിജീവിത എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിജീവിതകളും രതിജീവിതകളും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. സത്യം ജയിച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ദിലീപിന്റെ കേസ് ദിലീപ് നിരപരാധിയാണെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്റെ ചോദ്യം വരുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം വന്നിട്ട് എന്നെ തെറി വിളിച്ചിട്ട് പോടെ. കുഴപ്പമില്ല, വിളിക്കുന്നവരൊക്കെ വിളിക്കട്ടെ. നമ്മൾ ന്യായത്തിന്റെ ഒപ്പം സത്യത്തിന്റെ ഒപ്പം തന്നെയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ ഒരു കേസ് നടക്കുകയാണ്. ഇപ്പൊ ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതി വെറുതെ വിട്ടു. ഇത്രയും വർഷം അങ്ങേരെ അനുഭവിച്ചിട്ടുള്ള മാനസികാവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യമാണോ? അങ്ങേരെ അനുഭവിച്ചിട്ടുള്ളതിന് ആരുത്തരം പറയും? കോടതി ഉത്തരം പറയോ? അല്ലെങ്കിൽ അങ്ങനെ ഇത്രയും ചെളിവാരി തേച്ച മാധ്യമ ഉത്തരം പറയോ? മാധ്യമ പ്രവർത്തകർ ഉത്തരം പറയൂ? പാർട്ടിക്കാർ ഉത്തരം പറയൂ? അല്ലെങ്കിൽ ആര് പറയും? ആരൊക്കെയാണ് അങ്ങനെ ചെളിവാരി കരിവാരി തേച്ചൊട്ടിച്ചത്? ഓരോ നാറികളും പറയും ഉത്തരം? ഇല്ല, പറയത്തില്ല. ഒരു നാറികളെ ഉത്തരം പറയത്തില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ അനുഭവിക്കുന്ന മാനസികാവസ്ഥയെ പറ്റിയിട്ട് ചിന്തിക്കണം. ഇവിടെ ആണുങ്ങൾക്കും ജീവിക്കണോടെ. എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നേരെ പിടിച്ചുകൊണ്ട് ഉള്ളയിടും, നേരെ പിടിച്ച് റിമാൻഡിലാക്കും, നേരെ പിടിച്ച് അവിടെ അങ്ങ് ഇടും. പിന്നെ അവന്റെ ജീവിതം അങ്ങ് തൊലഞ്ഞ്. പിന്നെ അതുപോലെ തന്നെ അതിജീവിത, ഒരിക്കലും ഞാൻ അവരെ കുറ്റം പറയത്തില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പൾസർ സുനി എന്ന് പറയുന്ന ചാറ്റ അവൻ ചെയ്ത തന്തയില്ലാത്ത പരിപാടി. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടി ബാക്കി ആകുകയാണ്. ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ കളിക്കുന്നത്? ഇവിടെ ദിലീപ് നിരപരാധിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ പൾസർ സുനിയെ ആരാണ് ഇറക്കിയത്? അവനെ എന്തടിസ്ഥാനത്തിലാണ് അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്? അങ്ങനെയൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ ഇതിന്റെ പിന്നിൽ ബാക്കിയാവുകയാണ്. ഈ പൾസർ സുനിയെ പോലുള്ള തേറ ചെറ്റകളെ എന്തിനാണ് വച്ചു പൊറപ്പിക്കുന്നത്? തക്കതായ ശിക്ഷ എന്ന് വച്ചു കഴിഞ്ഞാൽ ഇനി ഇവന്റെ അമ്മയുടെ കാലത്ത് അവൻ പുറം ലോകം കാണരുത്. ആ രീതിയിലുള്ള ശിക്ഷ അവന് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് പരവളൊക്കെ ഇറക്കി പുറത്ത് വിട്ടിട്ട് ബിരിയാണിയൊക്കെ വീട്ടിൽ പോയി കഴിച്ചിട്ട് വരാനുള്ള സെറ്റപ്പ് ഒന്നും ഉണ്ടാക്കില്ല. ഇനി അവന്റെ ജീവിതത്തിൽ അവൻ പുറം ലോകം കാണില്ല. ആ സെറ്റപ്പിൽ ആക്കണം. അതുപോലെ ഇവിടെ തൂക്കി തീർക്കാനുള്ള നിയമം എന്തായാലും ഇല്ല. ആ സ്ഥിതിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക, അല്ലാണ്ട് തൂക്കി തീർക്കൂല. അങ്ങനത്തെ ചെറ്റ പരിപാടി ചെയ്യുന്നവരൊന്നും ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് വേറൊരു കാര്യം. അപ്പൊ ദിലീപ് നിരപരാധിയാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ദിലീപ് പുറത്തു വന്നിട്ട് പ്രതികരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വായും പൂട്ടിയിരിക്കുകയാണ്. ഒരക്ഷരം പറയാൻ പറ്റാണ്ട് മഞ്ജു വാര്യറിനെതിരെ വരെ ദിലീപ് ഇവിടെ സംസാരിക്കുന്നുണ്ട്. മഞ്ജു വാര്യർ അടക്കം അന്ന് ചെളിവാരി അടിക്കുകയും പലതും ഒക്കെ അറിയാൻ ഗൂഢാലോചനയുടെ പിന്നിലാണ് എന്നൊക്കെ പറയുന്നത് ഉണ്ടായിരുന്നു. എന്തിന്? ദിലീപ് എന്തോ വൻ ഗൂഢാലോചന നടത്തിയെന്നൊക്കെ ആയിരുന്നു അന്ന് കുറെ പ്രസംഗിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിലീപ് അങ്ങനെ ചെയ്യുമോ? അതിന്റെ റീസൺ, അങ്ങനെ സ്വന്തം കരിയറിനെ തൊലച്ച് കളഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ചെറ്റത്തനം ചെയ്യുമോ? ചിന്തിക്ക്. അത് തന്നെയാണ് ഞാൻ അന്നും പറഞ്ഞത്, ഇന്നും പറഞ്ഞത്. ഇപ്പൊ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞതിന് ശേഷം എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? കുറെ കോടികൾ കൊടുത്ത് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് കൊടുത്ത് തീർക്കാൻ പറ്റുമോ? അങ്ങനെ നഷ്ടപരിഹാരം കൊടുത്ത് തീർത്താൽ തീരുന്ന കേസാണോ? അങ്ങനെ ഇത്രയും വർഷം അനുഭവിച്ച മാനസികാവസ്ഥയ്ക്ക് ആരുത്തരം പറയും? എന്ത് ചെയ്താൽ തീരും? അന്ന് അനുഭവിച്ച് കൂട്ടിയതിന് എന്ത് പ്രായശ്ചിത്തം ചെയ്താൽ തീരും? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. സത്യം പറഞ്ഞ അങ്ങനെ അവസ്ഥ, അങ്ങനെ പ്രതികരിക്കുന്ന നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ഈ നാരകൾക്ക് എല്ലാം ഉള്ള മറുപടി കൊടുക്കുന്നുണ്ട്. സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. സത്യം ജയിച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതായത് മഞ്ജു വാര്യർ ഏതോ ഒരു മീഡിയയിലോ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ വൻ ഗൂഢാലോചന ഉണ്ടെന്ന്, അല്ലെ? അത് നമ്മളെങ്ങാണ്ട് എവിടെയോ കേട്ട എന്താ ചെയ്തിട്ടുണ്ട്, ഓക്കെ വോട്ടവർ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന്
വൻ ഗൂഢാലോചന നടത്തി ദിലീപിനകത്താക്കി. എന്നിട്ട് വൻ ഗൂഢാലോചന നടത്തി ഇങ്ങേരാണ് മെയിൻ കണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേരെ കരിവാരത്ത് വെച്ച് ഇത്രയും നീണ്ട വർഷത്തോളം പോരാടി അവസാനം സത്യം ജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ അന്നും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദിലീപ് ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യത്തില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ കരിയർ തന്നെ തൊലഞ്ഞ് തരിപ്പണാവും, അല്ലെങ്കിൽ തന്നെ അങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്ന് നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോ കോടതി വിധി വന്ന് ഇതിന്റെ അപ്പുറം ഇനി ഒരു തെണ്ടിയൊക്കെ സംസാരിക്കാൻ ഇവിടെ വോയിസ് ഇല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി ഒരുത്തന്നെ സംസാരിക്കണ്ട, തീർന്ന് എല്ലാവരുടെയും വായി പൂട്ടിക്കോ. ദിലീപ് നിരപരാധിയാണെന്ന് തെളിഞ്ഞടേ കോടതിയിൽ. ഇനി വായ്ത്താൾ അടിച്ചവന്മാർക്കും ന്യൂസ് ചർച്ചയിൽ നിന്ന് കൊണയടിച്ചവന്മാർക്കും കുറെ വക്കീലന്മാർക്കും ഒന്നും ഇനി പറയാനില്ലല്ലോ. ഇന്നലെയൊക്കെ കണ്ടു ആരൊക്കെ ഘോര പ്രസംഗിക്കുന്നത്, ആരെയും കാണാനില്ല. എല്ലാവരും മുങ്ങട്ടെ. ഞാനിവിടെ അതിജീവിതയെ കുറ്റം പറയില്ല കേട്ടാ. അവർക്ക് നീതി കിട്ടണം. കാരണം അവര് അനുഭവിച്ചിട്ടുള്ള മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാം, ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത്, അതാണ് ഇനി തെളിയേണ്ടത്. അത് തെളിയിക്കണം. കോടതി അതിനുള്ള അന്വേഷണത്തിനുള്ള ഉത്തരവ് ഇടണം. ദിലീപ് അല്ലെങ്കിൽ ദിലീപിന് പകരം ആരാണ് അവിടെ ഉണ്ടായിരുന്നത്, ആര് ഗൂഢാലോചന ചെയ്തിട്ടാണ് ദിലീപിനെ ഇതിൽ വലിച്ചിട്ടത്, എല്ലാം തെളിയണം. ഓരോന്നും എണ്ണി തെളിയണം. തെളിഞ്ഞേ പറ്റത്തുള്ളൂ. എന്തായാലും ദിലീപേ പറയണ. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക. നല്ല ഒന്നാം തരം മറുപടി കേട്ടാ. അഴിഞ്ഞാടുക തന്നെ. എനിക്ക് ഒരുമാതിരി നല്ലൊരു ആടിയ പോളി ഗത്തായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം മാധ്യമങ്ങൾക്കും കൂടിയിട്ട് താങ്ങി കൊടുക്കുന്നുണ്ട്. പൾസർ സുനിയൊക്കെ റിപ്പോർട്ട് ചാനലിൽ ഒളിക്യാമറ ദൃശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി, അത് ഏറിപ്പോയി റിപ്പോർട്ട് ചാനലിന്റെ നാടകം അടക്കം പൊളിഞ്ഞൊരു ചരിത്രം ഉണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടാവുമല്ലോ, പൾസർ സുനിയെ ഒളിക്യാമറ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടിരുത്തി ഫ്രണ്ടിരുത്തി സംസാരിപ്പിച്ചെടുത്ത നല്ല ഒന്നാം തരം നാടകം അടക്കം പൊളിഞ്ഞതാണ്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ നമുക്ക് മനസ്സിലാക്കാം. വേണമെങ്കിൽ അവർക്ക് എടുക്കാമായിരുന്നല്ലോ പൾസർ സുനിയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ്. പകരം അവർ ചെയ്തതെന്താ, ഇത് പൾസർ സുനി സത്യം ആരും അറിയാണ്ട് പുറത്തു പറയുന്നതാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, ഇവർ ഒളിക്യാമറ വെച്ച് എടുത്തതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നാടക സാധനമാണ് അവരവിടെ കളിച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ അറിയാം പൾസർ സുനിക്ക് ഈ ചാനലിലെല്ലാം കമ്പനിയാണെന്ന്. പൾസർ സുനി വെറും ചെറ്റയാണ്. അവൻ വേറെ ആരുടെ എന്ന പൈസ വാങ്ങിച്ച് നക്കിക്കൊണ്ട് ദിലീപിനെ ഇതിന്റെ അകത്ത് വലിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം കോടതി പറഞ്ഞല്ലോ, കോടതി തെളിഞ്ഞല്ലോ. പിന്നെ ആദ്യം മുതലേ മാധ്യമങ്ങൾ പറയുന്നുണ്ട് നിർണായക തെളിവ്, ഒരുപാട് തെളിവ്, വാരിക്കോരി തെളിവ്, കുറെ തേങ്ങകൾ മാധ്യമങ്ങൾ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഭയങ്കര തെളിവ്, ദിലീപിനെതിരെ ഭയങ്കര തെളിവ്, മെമ്മറി കാർഡ്, വീഡിയോ, മറ്റോ കോൾ റെക്കോർഡ്, മറ്റോ മറിച്ച് തേങ്ങയാണെന്ന്. എന്നിട്ട് എവിടെയുടെ ഒരു തെളിവ് പോലും ഇല്ലല്ലോ. ഇനി ഇങ്ങനെ എങ്ങാണ്ട് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നെങ്കിൽ കോടതി ഇന്ന് ദിലീപിനെ വെറുതെ വിടുമോ? നിർണായക തെളിവെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ മനഃപൂർവ്വം ഊതിപ്പെരിപ്പിച്ച ഒരു പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. ഇന്ന് ദിലീപ് നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോൾ യുവമാരുടെ വായിലെല്ലാം അണ്ണാക്കി പിരിവെട്ടിയല്ലോ, ഒരുത്തനെയും കാണാനില്ല. എവിടെ പോയി യുവമാരല്ല? വലിയ കുറെ പ്രസംഗിച്ചല്ലോ കുറെ ഊളകൾ. എവിടെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ തെളിവുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒരു തേങ്ങയില്ല, ഒരു തെളിവ് അവിടെ ഇല്ലായിരുന്നു. അതാണ് അതിന്റെ സത്യം. തെളിവുണ്ടെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. സാധാരണക്കാരായ നമ്മളെ പോലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ സത്യം ഇന്ന് എക്സ്പോസ് ആയിരിക്കുകയാണ്. സത്യം, നിയമം എന്താണ് പറയുന്നത്? ദിലീപ് നിരപരാധിയാണെന്ന്, ഇതിൽ പങ്കില്ലെന്ന്. ആ സ്ഥിതിക്ക് ഈ നിർണായക തെളിവെന്ന് പറഞ്ഞ തെളിവുകൾ എവിടെ? അത്രയ്ക്ക് വലിയ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ദിലീപിനെ ശിക്ഷിച്ചില്ല? ഇനി കുറെ നാളുകൾ പറയുന്നുണ്ട് കോടികൾ വാരി എറിഞ്ഞ് ജഡ്ജിക്ക് അടക്കം കൊടുത്തിട്ടാണ് ദിലീപ് ഇതിൽ നിന്ന് ഊരിയത്. നല്ല ഒന്നാം തരം ഊള കമന്റുകളാണ് കുറെ എണ്ണം കമന്റ് ചെയ്ത് വിടുന്നത്. അങ്ങനത്തെ കുറെ ഊളകളും പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇനിയിപ്പോ കുറെ എണ്ണം വന്നിട്ട് ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കും, മറ്റാണ് മറിച്ചാണ്, ആനയാണ്, കോടയാണ്, മാടയാണെന്ന്. പൂടാ കൊപ്പുകളെ. ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില് എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടാ, ഞാനൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞോട്ടെ. അതെ, അത് കറക്റ്റ് അണ്ണാക്കി കൊടുത്ത മറുപടിയാണ്. മാധ്യമങ്ങളെ, നിങ്ങൾക്ക് ഇട്ടുള്ള താങ്ങ് തന്നെയാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ വ്യക്തിയെ കരിവാരി തേച്ചു കൊണ്ടിരുന്നു. അങ്ങയുടെ ജീവിതം, കരിയർ, മാനസികാവസ്ഥ എല്ലാം നമ്മൾ ആലോചിക്കണം.
ഒരു കുറ്റം പോലും ചെയ്യാത്ത ഒരു വ്യക്തിയെ കഴിഞ്ഞ 9 വർഷമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് വലിച്ചു കീറിയിട്ടുണ്ടായിരുന്നു. എത്രയോ കേസുകളിൽ ജയിലിൽ പോയിട്ടുണ്ട് ചില ആൾക്കാർ, കള്ള കേസുകളിൽ പെട്ടും കള്ള കേസുകളിൽ കുടുക്കിയൊക്കെ എത്രയോ പേരെ അകത്താക്കിയിട്ട് പിന്നെ വന്നിട്ട് നിരപരാധിയാണെന്ന് തെളിഞ്ഞ് എത്രയോ കേസുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ദിലീപിന്റെ കേസും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു സംഭവം വന്നെങ്കിൽ, ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞെങ്കിൽ സത്യം മനസ്സിലാക്കണം, കഴിഞ്ഞ 9 വർഷമായിട്ട് അങ്ങേര് അനുഭവിച്ച മാനസികാവസ്ഥ. കഴിഞ്ഞ 9 വർഷമായിട്ട് വാരി തുപ്പി ചെളി വാരി അടിച്ചുകൊണ്ടിരുന്ന കുറെ ഊളകൾ ഇന്ന് അങ്ങേര് കള്ളം ചെയ്തിട്ടില്ല, അങ്ങയുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് കോടതി വിധി പറഞ്ഞപ്പോൾ അങ്ങേരുടെ അവസരങ്ങളൊന്നും ആലോചിച്ചു. കഴിഞ്ഞ 9 വർഷം ചെളി വാരി അടിച്ച നാറുകൾ എവിടെ പോയി? ഇനിയും മീഡിയക്കാർ കുറെ എണ്ണം വന്നിട്ട് മറ്റവരുടെ കൂടെയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവരുടെ കൂടെ നിന്നോ, പക്ഷെ ദിലീപാണ് കുറ്റക്കാരനെന്ന് നിന്റെയൊക്കെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? നിർണായക തെളിവെന്ന് പറഞ്ഞെങ്കിലും ഒരു തെളിവെങ്കിലും കാണിക്കാത്തത്. കോടതി അങ്ങനെ അത്രയും തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല? അതാണ് പറഞ്ഞത്. ബാക്കി കേട്ടോ. ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എന്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എന്റെ കോളേജ് മേറ്റ്, എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മൂൾ റോത്തഗി സാർ, രഞ്ജിത റോത്തഗി, പ്രഗ്യ മാം, വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ പേരെടുത്ത് പറഞ്ഞ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഓക്കെ, ദിലീപിന്റെ ഒരു പ്രതികരണമാണ്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് വാപൂട്ടിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് അങ്ങേർക്ക് ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് വന്നാൽ കൂടി ആള് അത്യാവശ്യം ഡൗൺ ആയിട്ടാണ് പോകുന്നതായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. മാനസികമായിട്ട് ഒട്ടും ഓക്കെ അല്ല എന്ന് കഴിഞ്ഞ 9 വർഷം ഉള്ള ദിലീപിന്റെ മുഖം കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. എന്തായാലും ഇന്ന് സത്യം ജയിച്ചു, സത്യത്തിനോടൊപ്പം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇപ്പൊ കുറെ എണ്ണം എന്നെ ചീത്ത വിളിക്കും, ദിലീപിനെ മറ്റേ സപ്പോർട്ട് ചെയ്ത് മറിച്ച് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കും. എനിക്കൊരു തേങ്ങയില്ല. ഇവിടെ ഇന്ന് കോടതിയിൽ തെളിവുണ്ടായിരുന്നെങ്കിൽ, ദിലീപിനെതിരെ തെളിവുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കോടതി ശിക്ഷിച്ചില്ല? കുറെ മീഡിയക്കാര്, കുറെ ചാനലടക്കം നിർണായക തെളിവുണ്ടെന്ന് പറഞ്ഞു. എവിടെ നിർണായക തെളിവ്? എവിടെ? കോൾ റെക്കോർഡിംഗ്, വീഡിയോ, മെമ്മറി കാർഡ്, പെൻഡ്രൈവ് തുടങ്ങിയ TV, AC, ഫ്രിഡ്ജ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് ഇതൊക്കെ എവിടെ? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. അങ്ങനെ എത്രയും തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കോടതി ദിലീപിനെ ശിക്ഷിച്ചില്ല? അപ്പൊ ഈ മീഡിയക്കാരും ബാക്കിയുള്ളവരും പുകച്ചു വിട്ട വെറും തള്ളു മാത്രമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഈ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കണം. പൾസർ സുനിയെ പോലുള്ള ചെറ്റ് ഏവനോ ഗൂഢാലോചനയുടെ പിന്നിൽ ദിലീപിനെ കുരുക്കാൻ വേണ്ടിയിട്ടും ദിലീപിന്റെ കരിയർ തകർക്കാൻ വേണ്ടിയിട്ടും ഇറക്കിയതാണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ ജനങ്ങൾ പറ. ഇനിയും വിഡ്ഢികളായിട്ടിരിക്കാണ്ട് ഈ ഒരു കേസിൽ ഇനിയെങ്കിലും ചിന്തിക്ക്. അത്രയ്ക്കും വലിയ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ദിലീപിനെ ശിക്ഷിച്ചില്ല? ഇതാണ് എന്റെ ഇപ്പോഴത്തെയും ചോദ്യം. ഇനി വേറൊരു അഡ്വക്കേറ്റ്, മഹത്തായ വ്യക്തി വന്നിരുന്ന് ഈ അതിജീവിതയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ തുപ്പുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി, 3-ാം പ്രതി എന്ന് പറയുന്ന നാറികളുടെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു പാപം സാറ്, ആ പുന്നാര സാറ് വന്നിട്ട് തുപ്പുന്ന ചെറ്റ വർത്തമാനം നമുക്കൊന്ന് കേൾക്കാം. ഇതിന്റെ സൈബർ പട അത് നമുക്ക് നേരത്തെ തന്നെ അറിവുള്ളതാണ്. അവർ സൈബർ ഇടത്ത് ഈ അതിജീവിതയടക്കം എത്ര ക്രൂരമായിട്ടാണ് വേട്ടയാടിയിട്ടുള്ളത് എന്നൊക്കെ നമുക്കറിയാം. അതേ ആളുകൾ ഇപ്പോൾ കോടതി പരിസരത്തും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ 3-4 പ്രതികളുടെ, ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ അഭിഭാഷകൻ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. സർ, ഇപ്പോൾ താങ്കളുടെ കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഞങ്ങള് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ്, അത് നിങ്ങൾ മാധ്യമങ്ങളൊന്നും തന്നെ അത് എല്ലാവരും അതിജീവിത എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിജീവിതകളും രതിജീവിതകളും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, അണ്ണന്റെ പോയിന്റിലോട്ട് അവിടെ നിൽക്കട്ടെ. അതിജീവിത, രതിജീവിത, രതിയുടെ അർത്ഥം അറിയാമല്ലോ, ഞാനിനി പ്രത്യേകിച്ച് പറയണ്ട. അപ്പൊ നിങ്ങൾ ഒരുമാതിരി വളരെ പുച്ഛത്തോടെയാണ് ഈ അതിജീവിത എന്ന് പറയുന്ന നടിയെ നിങ്ങൾ ഇവിടെ പരാമർശിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും സ്ത്രീകൾക്ക്
ഇങ്ങനത്തെ അനുഭവം ഉണ്ടായാൽ മാത്രമേ ഈ അതിജീവിത രതിജീവിത എന്നുള്ള വർത്തമാനം നിങ്ങൾ പറയാതിരിക്കത്തുള്ളൂ. ഇത് എവിടെയോ കിടന്ന ഒരു പെണ്ണല്ലേ അല്ലേ? അതുകൊണ്ട് അണ്ണനെ പോലുള്ളവരെ നിയമം കയ്യിൽ വെച്ചും കൊണ്ട് ഇമാതിരി തോന്നിവാസം വിളിച്ച് പറയുന്ന അണ്ണന്മാരുടെ അടുത്ത് കൂടുതൽ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പച്ച തെറി വിളിക്കേണ്ടി വരും. ആ ഒരു തെറിവിളി അതിലെ മാക്സിമം കുറയ്ക്ക്, ലാംഗ്വേജ് കുറച്ച് കീപ്പ് ചെയ്യുന്ന ജനങ്ങൾ പറയുന്നത് കൊണ്ട് മാന്യമായിട്ട് സംസാരിക്കുന്നു. കേട്ടോ? അതിജീവിത ഒരു ഘട്ടത്തിൽ തുറന്നു പറഞ്ഞ, അതായത് മാധ്യമപ്രവർത്തകയെ ബർഖാദത്തിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കോടതി മുറിക്കുള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരേണ്ടി വന്നതെന്നാണ്. അതിജീവിത കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന കോടതി മുറിയുടെ ആ പടികൾ എന്നത് ഈ പടികളാണ്. ഈ പടികളിലൂടെയാണ് അതിജീവിത ഒരിക്കൽ കരഞ്ഞുകൊണ്ട് ഇറങ്ങേണ്ടി വന്നത്. ഏതാണ്ട് 20 ദിവസത്തോളമാണ് ഈ സാക്ഷി വിസ്താരത്തിനായി അതിജീവിത ഈ കോടതിയിൽ നിരന്തരം ഹാജരായത്. അതിൽ ഒരു ഘട്ടത്തിൽ കോടതി പല അത്തരം ചോദ്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അതിജീവിതയെ ആക്ഷേപിക്കുന്ന നിലപാട് വരെ ഈ ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു നിലപാടുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ജഡ്ജിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അതിജീവിതയ്ക്കും മോശമായിട്ടുള്ള അനുഭവം അല്ലെങ്കിൽ മോശമായിട്ടുള്ള മറുപടി ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്കത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കേസോ കാര്യങ്ങളോ കൊടുത്ത് മുന്നോട്ട് പോകാം. എനിക്ക് തോന്നുന്നില്ല ഒരു ജഡ്ജിയും വന്നിരുന്നിട്ട് അങ്ങനെ വായി തോന്നിയ കോതയ്ക്കുമായിട്ട് വിളിച്ചു പറയുന്നത്. അതെന്തുപാട്? എനിക്കത് തോന്നുന്നില്ല. എനിക്കത് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ചിലപ്പോൾ സർക്കിളിലിരുന്ന് മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞാലും പറയുമായിരിക്കും. പക്ഷെ അതിജീവിതയുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ അങ്ങനെ മോശമായിട്ടുള്ള വർത്തമാനം ഏതെങ്കിലും ജഡ്ജി പറയോ? അത്രയ്ക്കും ബോധമില്ലാത്ത ജഡ്ജിയാണോ? എനിക്കറിയില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതിജീവിതയ്ക്ക് നീതി ലഭിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ആരാണ് കളിച്ചതെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഏതോ നല്ല വമ്പൻ ടീമുകൾ ദിലീപിനെ കുടുക്കി അവർ സേഫായി എന്തോ നാറിയ പരിപാടി കളിച്ചതാണ്. എന്തായാലും അതിജീവിതയ്ക്ക് നീതി ലഭിക്കട്ടെ. ഇതുവരെ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ചോദിച്ചു കിട്ടിയിട്ടില്ല. ആ കുറ്റവാളികളെ തൂക്കിയൊക്കെ അവന്മാർക്കുള്ള നടപടികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ള ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നിഗൂഢമാണ്. അത് ഈ പൾസ തുണിയൊക്കെ പിടിച്ച് പഞ്ചസാര വെള്ളം കുടിപ്പിച്ചു കഴിഞ്ഞാൽ പുറത്ത് വരും, അല്ലെങ്കിൽ വരുത്തണം. അതാണ് ചെയ്യേണ്ടത്. ഒരു നീതി തേടിയാണ് ഒരു കോടതിയിലേക്ക് ഒരു അതിജീവിത വരുന്നത്. സംസ്ഥാന സർക്കാർ ആ പ്രോസിക്യൂഷൻ കക്ഷിയുടെ ഭാഗമായി വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് കോടതിയിൽ നിന്ന് ഇത്തരമൊരു നിലപാടുണ്ടായി, അതിജീവിതയെ അധിക്ഷേപിക്കുന്ന നിലപാടുണ്ടായി? അത് നമ്മൾ പറഞ്ഞതല്ല, അതിജീവിത തന്നെ ഒരു മാധ്യമ പ്രവർത്തകരോട് തുറന്ന് പറഞ്ഞതാണ്. ഞാൻ അപമാനിക്കപ്പെട്ടു. ഓക്കെ, അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. ഇനി അത് സത്യാവസ്ഥ അതിജീവിത തന്നെ കൂടുതൽ കാര്യങ്ങളായിട്ട് മുന്നോട്ട് വന്ന് പറയേണ്ടി വരും. അതങ്ങോട്ട് എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല. അങ്ങനെ ജഡ്ജിമാരും കോടതിയൊക്കെ അപമാനിച്ചു വിടും, എനിക്ക് തോന്നുന്നില്ല. അത് അത്ര ഫെയർ ആയിട്ടും ആ ഒരു മറുപടി എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വന്ന് അതിനെതിരെ ശക്തമായിട്ട് നടപടിയുമായിട്ട് മുന്നോട്ട് പോവാവുന്നതാണ്. പക്ഷെ ഞാനൊരിക്കലും അവരെ കുറ്റം പറയത്തില്ല കേട്ടോ. അവരുടെ അവസ്ഥയാണ്, അവരുടെ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. നമ്മുടെ വീട്ടിൽ ഓരോ സ്ത്രീകൾക്ക് ഇതുപോലെ സംഭവിച്ചാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഇതിന്റെ പിന്നിൽ ദിലീപാണ് കളിച്ചതെന്ന് പറയുന്നത് മാത്രം എനിക്ക് യോജിപ്പില്ല. ദിലീപ് അങ്ങനെ ചെയ്യാൻ മാത്രം മണ്ടബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അന്നുപോലെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും കോടതി വിധി വരട്ടെ, ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ഞാൻ ഇന്നലെ അടക്കവും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കോടതി വിധി ഇന്ന് വന്ന സമയത്ത് മതിയായ തെളിവുകളോ അല്ലെങ്കിൽ ഒരു തെളിവും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ദിലീപിനെ വെറുതെ വിട്ടത്. അതും കൂടി ചിന്തിക്കണം. ദിലീപ് കുറ്റക്കാരൻ എന്ന് പറയുന്ന വിഡ്ഢികൾ ആദ്യം ചിന്തിക്കേണ്ടത് അതാണ്. ദിലീപ് കുറ്റക്കാരനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് മതിയായ തെളിവുകൾ ഉണ്ടായിട്ടും ദിലീപിനെ ശിക്ഷിക്കാതെ വിട്ടു എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ ഇവിടെ റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ മറ്റുള്ള ചാനൽ അടക്കം നിർണായക തെളിവെന്ന് പറഞ്ഞെങ്കിലും ഒരു തെളിവ് പോലും അവിടെ ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടത്. ചിന്തിക്ക്. ഇനി ഒരു ചാനൽ ചർച്ച ഞാനൊന്ന് കൊടുക്കാം. പക്ഷിയമായി കുറ്റവാളിയല്ല എന്നങ്ങ് പറയുമ്പോ ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? ഏത് കേസിൽ ചോദിക്കണേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ദിലീപ് കുറ്റവാളിയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ഇന്ന് രാവിലെ ഒരു എപ്പിസോഡുകൾ ചെയ്തല്ലോ നിങ്ങൾ ചാനലുകളെല്ലാം. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? നിങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എത്ര സാഹചര്യ തെളിവുകൾ ഉണ്ടായിരുന്നു? ബാലചന്ദ്രകുമാർ എന്ന വ്യക്തി ദിലീപിന്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ആൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പുറത്തേക്ക് വന്ന ഓഡിയോ ക്ലിപ്പുകളുണ്ട്. അതിനുശേഷം ഈ വീഡിയോ ക്ലിപ്പിന്റെ ഹാഷ് വാല്യൂ മാറിയ കോടതിക്കകത്ത് നിന്ന് പ്രൂഫ് ടാമ്പർ ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റൻസസ് ഉണ്ട്. ഒരു കേസിൽ ശ്രീ സജി നന്ദിയാട്ടിന് ഓർമ്മയുണ്ടെങ്കിൽ പറയൂ. ഒരു കേസിലെ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണം എന്നാവശ്യപ്പെട്ട് ആ കേസിലെ വാദിഭാഗം സുപ്രീം കോടതി വരെ പോയ ചരിത്രം വേറെ ഏതെങ്കിലും കേസിനുണ്ട്? ഞാൻ അക്കാഡമിക് ഇൻട്രസ്റ്റിന് ചോദിക്കുക, ഞാൻ താങ്കളോട് തർക്കിക്കാനല്ല. വാദിഭാഗം ഒരു കേസിലെ വിചാരണ ജഡ്ജിയെ മാറ്റണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി വരെ പോയ മറ്റൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇത് എത്ര കാര്യങ്ങൾ. സുപ്രീം കോടതി പോയാലും ഏത് കോടതി പോയി കഴിഞ്ഞാലും തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ ദിലീപിനെ ഇന്ന് ശിക്ഷിച്ചേനെ. ഇവിടെ നിരപരാധിയാണെന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഈ നിർണായക തെളിവെന്ന് പറഞ്ഞ് ഓരോ മീഡിയക്കാരും കിടന്ന് വിളിച്ച തെളിവുകൾ എവിടെ? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്.
വോയിസുകളുണ്ട്, മറ്റതുണ്ട്, മറിച്ചതുണ്ട്. ദിലീപ് ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ പിന്നിൽ ദിലീപിന്റെ ഗൂഢാലോചന ആണെങ്കിൽ എന്തുകൊണ്ട് തെളിവുകൾ വന്നില്ല? എവിടെ പോയി നിങ്ങൾ പറയുന്ന ആ തെളിവുകൾ? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. അപ്പൊ വെറും ഊച്ചാളിത്തനങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടന്ന മീഡിയക്കാരില്ലേ നിങ്ങൾ? അതാണ് എനിക്ക് ചോദിക്കാനുള്ള മെയിനായിട്ട്. ഇനി വഴിയരികിൽ വെച്ചിട്ട് റിപ്പോർട്ടർ ചാനലിലെ ഒരുത്തൻ ഇപ്പോഴും അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് കിടന്ന് പറയുന്ന സമയത്ത് ദിലീപിന്റെ ആരാധകരായിട്ടുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമുക്കുണ്ട്, കണ്ടു നോക്കാം. ഞങ്ങൾ അവൾക്കൊപ്പമാണ്, ഞങ്ങൾ ക്രിമിനലുകൾക്കൊപ്പമല്ല. ഞങ്ങൾ അവൾക്കൊപ്പമാണ്, ഞങ്ങൾ അവൾക്കൊപ്പമാണ്, ഞങ്ങൾ അവൾക്കൊപ്പമാണ്, ഞങ്ങൾ അവൾക്കൊപ്പമാണ്. ഞങ്ങൾക്കൊരു ഞങ്ങൾ അവൾക്കൊപ്പമാണ്. ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ്. ഒരു മാറ്റമില്ല. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികൾ, ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്കൊപ്പമാണ്. ഞങ്ങൾ എന്നും അങ്ങനെ തന്നെയാണ്. ആ നിലപാട് ഒരു മാറ്റമില്ല. അത് വൈടുക്ക് ആ നിലപാട് കാണിച്ചേ കുമാർ വൈഡ്. ഓക്കെ, നിങ്ങൾ അവൾക്കൊപ്പം നിന്നോ. പക്ഷെ ഇവിടെ ദിലീപ് എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തെങ്കിൽ കോടതി ശിക്ഷിക്കണ്ടേ എന്റെ പൊന്നെണ്ണ? കോടതി ശിക്ഷിച്ചില്ല, വെറുതെ വിട്ടോ. പിന്നെ നിങ്ങൾ അവൾക്കൊപ്പം തന്നെ നിന്നോ, ഒരു കുഴപ്പമില്ല, നിന്നോ, പോയി നിന്നോ, അവൾക്കൊപ്പം നിന്നോ. നിന്നിട്ട് അവൾക്ക് ഈ അനുഭവം ഉണ്ടാവാനുണ്ടായ റീസണുള്ള ആളിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക റിപ്പോർട്ടർ ചേട്ടാ. അതാണ് ചെയ്യേണ്ടത് ചേട്ടൻ. അല്ലാണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരെ ചെളിവാരി അടിക്കാണ്ട് ഇതിന്റെ തക്കതായ കാരണക്കാരനാര് അവരെ പിടിക്കുക, അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുക. ഇത് ഒരു തെളിവുമില്ലാണ്ട് നിർണായക തെളിവുണ്ട് പൾസർ സുനിയെ പോലെയുള്ള ഏതോ ചെറ്റയുടെ ഒളിക്യാമറ വീഡിയോ എന്ന് പറഞ്ഞും കൊണ്ട് മറ്റേ അടുത്ത പരിപാടി കാണിച്ച ടീംസാണ്. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് വിവരിക്കാൻ നിൽക്കണ്ട. കൂടുതൽ വിവരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നാറും നാറ്റ കേസാ. ഇനി മാരാർജി പറയുന്ന നമുക്കൊന്ന് കേട്ടോ. അഖിൽ മാരാർ അങ്ങനെ 7 വർഷക്കാലമായിട്ട് ഞാനും ദിലീപേട്ടനെ സ്നേഹിക്കുന്ന കേരളത്തിലെ 1000 ജനങ്ങളും, സത്യം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന 1000 ജനങ്ങളും കാത്തിരുന്ന ഒരു വിധി ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഗൂഢാലോചന കേസിൽ ഒരു കോള് കഴിയുമ്പോൾ ദിലീപേട്ടനെ വെറുതെ വിട്ടിരിക്കുകയാണ്. സത്യത്തിൽ ഹൃദയത്തിൽ നിന്ന് ഭയങ്കര വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നേ ദിവസം. കരുതി കൂട്ടി ഒരു മനുഷ്യനെ തകർക്കാനായിട്ട് മലയാള സിനിമയിലെയും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരു കാലത്ത് ഒരുപാട് വേണ്ടപ്പെട്ടതായിരുന്ന ചിലരും ചേർന്ന് നടത്തിയ ഗൂഢതന്ത്രത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ വിഷയത്തിൽ അറസ്റ്റിലായതെന്ന് 2017 മുതൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അന്നു മുതൽ ഈ നിമിഷം വരെ ഈ വിഷയത്തിൽ ദിലീപിനൊപ്പം എന്ന് ഞാൻ പറഞ്ഞത് അതിജീവിതയോ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോ തള്ളിപ്പറയുക എന്ന ലക്ഷ്യത്തിലല്ല, മറിച്ച് ദിലീപ് ഈ വിഷയത്തിൽ 100% സത്യമാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു വിഷയത്തിൽ ദിലീപിനെ ഈ കേസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനെ മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതാക്കണം എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരു പറ്റം ആൾക്കാർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ്. ഇനി കേരള പോലീസ്, അല്ലെങ്കിൽ കേരള പോലീസിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, കേന്ദ്രത്തിൽ നിന്നോ CBIയുടെ ഭാഗത്തു നിന്നോ ഒരു പോലീസ് സംഘം കേരളത്തിലെത്തി എന്ത് അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ചില ക്രിമിനൽ പോലീസുകാരെന്ന് ദിലീപേട്ടൻ വിശേഷിപ്പിച്ച ഇതേ വാക്കുകൾ ഇവരെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ക്രിമിനൽ മനോഭാവമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരും ചില സിനിമാക്കാരും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയിൽ ഈ ഒരു മനുഷ്യന്റെ കരിയർ കഴിഞ്ഞ 7 വർഷക്കാലമായി ഒരു മനുഷ്യനെ ഏതെല്ലാം രീതിയിൽ തകർത്ത് ഇല്ലാതാക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം തകർത്ത് ഇല്ലാതാക്കിയതിന് പിന്നിൽ ഇവരുടെ ഗൂഢാലോചനയാണ് എന്നതിന്റെയൊക്കെ സാക്ഷ്യമാണ് ഇന്നേ ദിവസം പുറത്തു വന്ന കോടതി വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത്രയേറെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സാധാ കോടതി അല്ലെങ്കിൽ ഒരു സെഷൻ കോടതി ഈ രീതിയിൽ ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കുമോ എന്ന ഒരു സംശയം മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. വേണമെങ്കിൽ ദിലീപ് പോയി ഹൈക്കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാകട്ടെ, ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിന്റെ പഴി ഒരു സെഷൻ കോർട്ടിലെ ഒരു ജഡ്ജി കേൾക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയും ഈ സെഷൻ കോർട്ട് ജഡ്ജിയെ തന്നെ ആക്ഷേപിക്കത്തക്ക രീതിയിൽ മാധ്യമങ്ങൾ നടത്തിയ ചർച്ചകളും ഒക്കെ നമ്മൾ മുൻപ് കണ്ടതാണ്. അപ്പൊ ഇത്തരം ചിന്തകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കാരണത്തെ മുൻനിർത്തി ദിലീപിനെയും കൂടി ശിക്ഷിക്കാമായിരുന്ന സാഹചര്യത്തിൽ നിന്നും ദിലീപിനെ വെറുതെ വിടാനുള്ള കാരണമെന്ന് പറയുന്നത് തെളിവിന്റെ ഒരു തരി പോലും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന ഒരു വാർത്ത നോക്കൂ. ദിലീപും പൾസർ സുനിയും തമ്മിൽ സംസാരിച്ചതിന്റെ യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല. അത്രയും ആസൂത്രിതമായിട്ടാണ് ദിലീപ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദമാണ് മനോരമ ഇവിടെ മുന്നോട്ട് വെച്ചത്. അതായത് പൾസർ സുനിയോട് ഒരിക്കൽ പോലും സംസാരിക്കാത്ത ദിലീപ് 10,000 രൂപ അഡ്വാൻസ്, 1.5 കോടി രൂപയ്ക്ക് കൊടുത്ത 1.5 കോടി രൂപയുടെ കൊട്ടേഷന് 10,000 രൂപയുടെ ഒരു അഡ്വാൻസും കൊടുത്തുകൊണ്ട് ഈ ഒരു കൊട്ടേഷൻ, ഈ വിവരക്കേട്, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിച്ച് ആ പെൺകുട്ടിയെ അപമാനിതയാക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കൊട്ടേഷൻ കൊടുക്കാൻ തോന്നിയിട്ടുള്ള ഏത് വിവരം കെട്ടവനാണെന്നുണ്ടെങ്കിൽ അവനെ തൂക്കിക്കൊള്ളണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതായത് ഇതുപോലെ വിവരം കെട്ട കൊട്ടേഷൻ ലോകത്തെങ്ങും കാണത്തില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിനകത്ത് വെച്ച്
ഒരു പെൺകുട്ടിയുടെ സമ്മതത്തോടു കൂടിയിട്ട് സെക്സ് ചെയ്യണമെങ്കിൽ പോലും അതിന് പ്രയാസമുള്ള സാഹചര്യത്തിൽ ഇത്രയും വിവരക്കേടൊട്ടും കാണിക്കത്തില്ല. അപ്പോൾ ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചവൻ, ഈ പെൺകുട്ടിയോട് നീചമായി പെരുമാറിയവൻ, അവൻ ആര് പറഞ്ഞിട്ടാണ് ദിലീപിന്റെ പേര് പറഞ്ഞത് എന്ന വിഷയമത്തിലാണ് ഇനി കേസിൽ അന്വേഷണം നടക്കേണ്ടത്. യഥാർത്ഥത്തിൽ 100% ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാവണം ഇനി ഒരു ചർച്ച നടക്കേണ്ടത്. റിപ്പോർട്ടർ ചാനൽ തുടക്കം മുതൽ ഈ വിഷയത്തിലെടുത്ത നിലപാട് നമുക്കറിയാം. ആ വിഷയത്തിൽ അന്നത്തെ ചാനലിന്റെ തലപ്പത്തിരുന്ന വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള രീതികൾ അറിയാം. അയാൾ എത്ര രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ദിലീപിനെ സമീപിച്ചിരുന്നു. ഇവരെല്ലാം തള്ളിക്കളഞ്ഞ, അന്നത്തെ മാധ്യമങ്ങളെ തള്ളിക്കളഞ്ഞ ദിലീപിനെ ഒന്നടങ്കം ഇല്ലാതാക്കുക എന്ന് പറയുന്ന ലക്ഷ്യമായിരുന്നു ഇത്രയും കാലവും നടത്തിയിരുന്നത്. അതിൽ ഇവർ ഏറെക്കുറെ വിജയിച്ചു. ആ മനുഷ്യനെ മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതാക്കാനും ആ മനുഷ്യനെ മാനസികമായി തകർക്കാനും സാമ്പത്തികമായി തകർക്കാനും ഒക്കെ തന്നെ ഇവർക്ക് കഴിഞ്ഞു. പക്ഷേ ഇനി തന്റെ കരിയറിൽ ഒരു വലിയ തിരിച്ചുവരവൊന്നും അദ്ദേഹം നടത്തുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാര്യം മലയാള സിനിമയുടെ സ്വഭാവം മാറി, പ്രേക്ഷകരുടെ സ്വഭാവം മാറി. ദിലീപ് എന്ന് പറയുന്ന നടൻ ഒരു കാലത്ത് മലയാളികൾക്കിടയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് സിനിമകൾ ഇന്ന് മലയാളത്തിൽ വിജയിക്കാത്ത സാഹചര്യത്തിൽ സിനിമയിൽ അദ്ദേഹം വന്നിട്ട് ഒരു വലിയ സൂപ്പർ താരമായി മാറുമെന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അദ്ദേഹത്തിന്റെ സിനിമകൾ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. പക്ഷെ അതിലുപരി ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടി സമൂഹത്തിൽ ചിലർ നടത്തിയ പോരാട്ടങ്ങൾ, നീക്കങ്ങൾ, ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവണം. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ ഒരു സന്തോഷം, ഒരു സ്നേഹമൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ലൈവിൽ വന്നത്. വിശദമായ ലൈവ് കാര്യം ഞാൻ മറ്റൊരു തിരക്കിൽ നിൽക്കുകയാണ്. പക്ഷേ എനിക്കിപ്പോഴൊന്ന് സംസാരിക്കാമെന്ന് തോന്നിയ വിഷയത്തിൽ ഞാൻ സംസാരിച്ചതാണ്. നമുക്ക് ഒരുപാട് സമയം ഈ വിഷയത്തിൽ സംസാരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ട്. 2017 ആദ്യമായി ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പോയത് ഈ ദിവേട്ടനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അന്നും ഇന്നും സത്യം ഈ മനുഷ്യന്റെ ഒപ്പമാണെന്ന് ഈശ്വരൻ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ വിഷയത്തിൽ അന്നു മുതൽ അനുകൂല നിലപാട് സ്വീകരിച്ചത്. ഓരോ വിഷയത്തിലും വ്യത്യസ്ത നിലപാട് ചിലപ്പോൾ സ്വീകരിക്കേണ്ടി വരും. കാരണം സത്യം ആർക്കൊപ്പമാണോ അവർക്കൊപ്പം വേണ്ടി മാത്രമേ സംസാരിക്കാൻ കഴിയൂ. അല്ലാതെ ആണെന്നോ പെണ്ണെന്നോ ട്രാൻസെന്നോ ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കി നിലപാട് സ്വീകരിക്കാൻ പറ്റത്തില്ല. ആർക്കൊപ്പമാണ് സത്യം, ആ സത്യത്തിനൊപ്പം മാത്രം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപേട്ടന് വേണ്ടി ഇത്തരം ഒരു വിധി വന്നപ്പോൾ ആ വിധി ഈശ്വരൻ കൂടി നടപ്പിലാക്കിയതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എന്നെ ഒരു പരിപാടിക്ക് വിളിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ബൈ. നമുക്ക് വിശദമായി ഞാൻ ലൈവിൽ വരാം. ഓക്കെ, കറക്റ്റ് അല്ലേ മാരാവ് പറഞ്ഞു. അതുപോലെ തന്നെ ഇനി കരിയറിൽ വലിയൊരു തിരിച്ചുവരവൊന്നും ഞാനും പ്രതീക്ഷിക്കുന്നില്ല. അയാളുടെ നല്ല കാലം മൊത്തം ഈ കേസിന്റെ പിന്നാലെ നടന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് തളർന്നു എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഇനി ഒരു തിരിച്ചുവരവില്ല. തിരിച്ചുവരവെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ടേസ്റ്റ് തന്നെ മാറി. ഇപ്പൊ വേറെ രീതിയിലായി, യൂത്ത് കയറി വേറെ ഒരുപാട് ലെവലിലോട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു തിരിച്ചുവരവൊന്നും ദിലീപിന്റെ കരിയറിൽ ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ആഗ്രഹിക്കുന്നു ഒരു തിരിച്ചുവരവ് ഉണ്ടാവട്ടെ. എന്തായാലും സത്യം അവസാനം ജയിച്ചു. സത്യവും ന്യായവും നീതിയും ഒക്കെ അവസാനം ജയിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലേ? എന്തായാലും കൊള്ളാം, അടിപൊളി കാര്യങ്ങളൊക്കെയാണ് നടന്നിട്ടുള്ളത്. ഈ പൾസർ സുനി നല്ലവനാണ്, അവൻ വളരെ നല്ലവനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കാൻ പുതിയൊരു വീഡിയോ ഇടണം.